പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവാൻ യുക്കോമാനോവിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും താൻ കേരളത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണ് എന്നാണ് ഇവാൻ യുക്കോമാനോവിച്ച് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. കേരളം എൻ്റെ രണ്ടാമത്തെ വീടാണ്. ഒരുപക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ഇന്ത്യയിലേക്ക് പരിശീലകനായി തിരിച്ചു വന്നേക്കാം. ഞാൻ കേരളത്തെയും ആരാധകരെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കേരളം എൻ്റെ ജീവിതത്തിൽ എന്നും പ്രത്യേക സ്ഥാനമുള്ള ഇടമായിരിക്കും. കേരളം എൻ്റെ രണ്ടാമത്തെ വീടാണ്. ഞാൻ വീണ്ടും കേരളത്തിലേക്ക് വരും. ഒരു ദിവസം ഇന്ത്യയിലേക്ക് പരിശീലകനായി തിരിച്ചെത്തിയാലും അതിൽ അതിശയിക്കാനൊന്നുമില്ല. കേരളത്തോടും അവിടുത്തെ ജനങ്ങളോടും എനിക്ക് എന്നും ഒരു പ്രത്യേക സ്നേഹമുണ്ട് എന്നും ഇവാൻ ആശാൻ പറഞ്ഞു. നിലവിലെ ഒരു സ്ലൊവേനിയൻ ക്ലബിന്റെ മുഖ്യ പരിശീലകനാണ് ഇവാൻ യുക്കോമാനോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരാൻ താൻ എപ്പോഴും തയ്യാറാണ് എന്നാണ് ഇവാൻ പറയുന്നത്. അടുത്തൊരു വാർത്ത വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, അർജന്റീന ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ക്രിസ്റ്റ്യൻ റൊമേറോ. ക്രിസ്റ്റ്യൻ റൊമേറോ ടോട്ടൻഹാം വിട്ടേക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. നിലവിൽ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളെല്ലാം ക്രിസ്റ്റ്യൻ റൊമേറോയെ ടീമിലേക്ക് എത്തിക്കാൻ രംഗത്തുണ്ട്. ക്രിസ്റ്റ്യൻ റൊമേറോയുടെ കാര്യത്തിൽ ടോട്ടൻഹാമും അതുപോലെ തന്നെ ഇന്റർ മിലാനും എഗ്രിമെന്റിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ചില ട്വിസ്റ്റൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നിലവിൽ ക്രിസ്റ്റ്യൻ റൊമേറോയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡും വമ്പൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരിശീലകനായിട്ടുള്ള ഡിയേഗോ സിമിയോണിക്ക് ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട്. ക്രിസ്റ്റ്യൻ റൊമേറോയ്ക്ക് വേണ്ടി ഒരു ബിഡ് സമർപ്പിക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരുങ്ങുകയാണ്. ഈ ഒരു ബിഡ് നേരത്തെ ഇന്റർ മിലാൻ മുന്നോട്ട് വെച്ച ഓഫറിന് സമാനമായിരിക്കും. നിലവിൽ ഇപ്പോഴും ക്രിസ്റ്റ്യൻ റൊമേറോയെ സ്വന്തമാക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഇന്റർ മിലാന് തന്നെയാണ്. എന്നാൽ പോലും ഒരുപക്ഷെ ഇന്റർ മിലാനിൽ നിന്നും താരത്തിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.